പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. ദൈവം വെളിപ്പെടുത്തിയ പോലെ ചരിത്രം എത്ര കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്നവനും ചരിത്രത്തെ നിയന്ത്രിക്കുന്നവനും ജീവിക്കുന്ന ദൈവമാണ്. കേൾക്കുക, ചിന്തിക്കുക, പഠിക്കുക, പ്രപഞ്ചനാഥന് വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിടയായെങ്കിൽ എത്രയോ നന്നായിരുന്നു. ലോകാന്ത്യ സംഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും വിവരിക്കുന്ന വെളിപ്പാട് പുസ്തക പഠനം. പ്രയോജനകരമായി ജീവിക്കാൻ ഈ പഠനം താങ്കൾക്ക് പ്രയോജനകരമാകട്ടെ. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ 144,000 പേരുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അവർ സിയോൻ മലയിൽ കുഞ്ഞാടിനോടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരാരാണ്? 7-ാം അധ്യായത്തിലും ഒരു 144,000 പേരുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവരാരാണ്? ഈ സിയോൻ മല ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗം പഠിച്ചതാണ്. അതെ, അവർ യഹൂദന്മാരാണ്. അവരെ അവിടെ വിളിച്ചിരിക്കുന്നത് 7-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാരെന്നാണ്. അതെ അതെ, ദൈവത്തിൻ്റെ ദാസന്മാർ. അതെ. ഇന്ന് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്നവർ ഉൽപ്രാപണത്താൽ ഇവിടെ നിന്ന് മാറ്റപ്പെടും. സഭ മാറ്റപ്പെടും. അതിനുശേഷം ഇവിടെ ദൈവദാസന്മാരെന്നറിയപ്പെടുന്നത് ഇവരാണ്. ഈ 144,000 പേരെ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12,000 പേരെ വെച്ച് പ്രത്യേക ദൈവം മുദ്രയിട്ട് വേർതിരിക്കുകയാണ്. നാം അന്ന് പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചു, എന്തിനാണ് ദൈവം ഈ മുദ്ര കൊടുക്കുന്നത്? കയീന് ദൈവം മുദ്ര കൊടുത്തത് അവനെ കാണുന്നവനെ കൊല്ലാതിരിക്കാൻ. എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 4 തൊട്ട് 7 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ന്യായവിധി നടത്തുമ്പോൾ നെറ്റിക്ക് മുദ്ര കൊടുത്തവരെ കൊല്ലരുത് എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പീഡന കാലഘട്ടത്തിൽ ഇവരെ മുദ്ര കൊടുക്കുന്നത്, പീഡന കാലഘട്ടത്തിൽ അന്തിക്രിസ്തുവിന് ഇവരെ കൊല്ലാൻ സാധിക്കാതെ അവരെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക മുദ്രയാണ്. അവരെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള മുദ്രയാണ്. അതുകൊണ്ടാണ് ഈ മുദ്ര കൊടുക്കുന്നത്. പീഡന കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഈ 144,000 പേര് തന്നെയാണ് ഈ 14-ാം അധ്യായത്തിൽ കാണുന്നത്. കാരണം ഇത് 2 കൂട്ടരാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. വിവിധമായ ഉപദേശങ്ങളുണ്ട്. എല്ലാ ഉപദേശങ്ങളും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ചിലർ പറയുന്നുണ്ട്, CPM-കാർ, റസൽ മതക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അവരുടെ മധ്യത്തിൽ നിന്ന് സകലവും പരിത്യജിച്ച് ജീവിക്കുന്നവരാണ് ഈ 144,000 സഭയാണെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് പഠനം ഇതുള്ള ബന്ധത്തിലുണ്ട്. അല്ല, അതൊന്നും നമ്മൾ അപഗ്രഥിക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ ഒരു സത്യം ഓർക്കണം, പീഡന കാലഘട്ടത്തിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം അവർക്ക് മുദ്ര കൊടുത്തത്. അവരെ കൊല്ലാനായിട്ട് അന്തിക്രിസ്തുവിന് സാധിക്കില്ല. അവർ ദൈവത്തിന്റെ ദാസന്മാരായി ഈ ലോകത്തിൽ അവനെ സാക്ഷിക്കുക. ആ പീഡന കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് ഇവരെ തന്നെയാണ് സിയോൻ മലയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. 14-ാം അധ്യായത്തിൽ നമ്മൾ ഓർക്കണം, ലോകത്തിൽ ഏതാണ്ട്
മൂന്നിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്നിൽ 2 ഭാഗത്തോളം കൊല്ലപ്പെടും പീഡന കാലഘട്ടം. അത്രയും ആളുകളെ കൊല്ലപ്പെടുകയും കൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ കൊല്ലാനായിട്ട് സാധിക്കില്ല. ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം അവർക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇവരെ ആരാണെന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഇവരാരാണ്, അവർ തന്നെ ആണോ ഇതെന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കാം. ഇവരെ കാണുന്നത് സിയോൻ മലയിലാണ്. അതെ, 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് സിയോൻ മല. ഈ സിയോൻ മല ഏതാണ്? സിയോൻ മല ഏതാണ്? നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഒരു സിയോൻ മലയുടെ കാര്യം സങ്കീർത്തനങ്ങൾ 2-ന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു. സങ്കീർത്തനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. സങ്കീർത്തനം 2-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവം ഒരു കാര്യം നിശ്ചയിച്ചു, അത് പ്രസ്താവിച്ചിരിക്കുക. ദൈവത്തിൻ്റെ തീരുമാനം എന്താ തീരുമാനം? ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാ പ്രവചനം? യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. സിയോൻ എന്നിവിടെ പറയുന്നത് ഇസ്രയേലിലെ ജെറുസലേമാണ്. ജെറുസലേമിന്റെ മറ്റൊരു പേരാണ് സിയോൻ മല. സിയോൻ കോട്ട, സിയോൻ മല എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ജെറുസലേമാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു വാക്യം വായിച്ചാട്ടെ, 132-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം. ദൈവം 132 സിയോൻ മലയെക്കുറിച്ചുള്ള സിയോനെ കുറിച്ചുള്ള പ്രവചനത്തിൽ മറ്റൊരു ഭാഗം 132-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എൻ്റെ വിശ്രമമാകും. ഞാനതിനെ ഇച്ഛിക്കാൽ ഞാൻ അവിടെ വസിക്കും. ദൈവത്തിൻ്റെ വാസസ്ഥലമായി ദൈവം ഭൂമിയിൽ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് സിയോൻ മല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഓർക്കണം, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ രാജാവായി ഭരിക്കുന്നത് ഇവിടെ നിന്ന് യെരൂശലേമിൽ നിന്ന്. യെശയ്യാവ് 2-ന്റെ 2-3 വാക്യത്തിലുണ്ട്. മീഖ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ഒരു വാക്യം വായിച്ചാൽ മതി. യെശയ്യാവ് 2-ന്റെ 2-3 വാക്യം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 2-3 വാക്യം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവർ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകൾ നടക്കുകയും ചെയ്യുമെന്ന് പറയും. ആ പർവ്വതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന പർവ്വതം യെരൂശലേമാണ്. അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്നും യഹോവയുടെ വചനവും പുറപ്പെടും. അപ്പം ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന യെരൂശലേമാണ് ഈ സിയോൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ ഉപദേശങ്ങൾ പുറപ്പെടുന്നതും. കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ ലോക തലസ്ഥാനം അതായിരിക്കും. മീഖ പ്രവചനം 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യത്തിലുണ്ട്, വായിക്കണമെന്നില്ല, അവിടെയും ഇത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഭൂമിയിൽ ഒരു സിയോൻ പർവ്വതമുണ്ട്, സിയോൻ മലയുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന് 22-21 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പിന്നെയോ സിയോൻ പർവ്വതത്തിനും എന്ന് പ്രയോഗമുണ്ട്. എന്നാൽ ഈ 14-ാം അധ്യായത്തിൽ വായിക്കുന്ന സിയോൻ പർവ്വതം നമ്മൾ സൂക്ഷിച്ച് വായിച്ചാൽ മനസ്സിലാകും, ഇത് സ്വർഗത്തിലെ സിയോൻ മലയാണ്. ശരി, സ്വർഗത്തിലാണ് സിയോൻ മല എന്ന് പറയുന്നത്, സ്വർഗത്തിലാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് നോക്കാം. അതിൻ്റെ 2-3 വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ 154,000 പേര് 2-ാം വാക്യം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീട്ടമിട്ടുന്ന പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ഇവരെവിടെയാ പാടുന്നത്? 4 ജീവികൾക്കും 3-ാം വാക്യം നോക്കിയേ, സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ. വെളിപ്പാട് ദിവസം 4-ാം അധ്യായം എടുത്തപ്പോൾ എവിടെയാ ഇത് കണ്ടത്? നമ്മള് സ്വർഗത്തിലാണ്. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞപ്പോൾ സിംഹാസനം, അതിൽ ദൈവം ഇരിക്കുന്നു, ദൈവത്തിന്റെ പുത്രൻ അവിടെയുണ്ട്. അതിന്റെ ചുറ്റും 24 സിംഹാസനം മൂപ്പന്മാരുടേത്. അവിടെ ജീവികളെ കണ്ടു. അത് സ്വർഗത്തിലെ കാഴ്ചയാണ്. ഈ പാട്ട് ഏറ്റു ചൊല്ലുവാൻ അവര്, ഇവിടെ നമ്മൾ വായിക്കുന്നു 2-ാം വാക്യത്തിൽ, അവർ സിംഹാസനത്തിനും ദൈവം മുമ്പാകെയാണ് അവർ പാടുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്വർഗത്തിലാണ്, ഭൂമിയിലല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സിയോൻ പർവ്വതം എന്ന് പറയുന്നത് സ്വർഗീയ പർവ്വതമാണ്. അവിടെയാണ് അവരെ ഈ പാട്ടുകൾ പാടുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ടെക്സ്റ്റിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ. അതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ സിയോൻ പർവ്വതമുണ്ട്, അത് ശരിയാണ്. എന്നാൽ ഇവിടെ പാടുന്നത് ദൈവത്തിന് മുമ്പിൽ സ്വർഗത്തിലാണ് ആ പാട്ട് അവരെ ഏറ്റുചൊല്ലുന്നത്. നമ്മൾ ഓർത്തതുപോലെ
അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം വാക്യത്തിൽ കുഞ്ഞാടിൻ്റെയും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമം എഴുതിയിരിക്കുന്ന 154,000 പേര്. ദൈവത്തിൻ്റെയും പുത്രൻ്റെയും നാമം അവരുടെ നെറ്റിയിൽ എഴുതിയിരിക്കുക. ഓക്കെ. ആ നാമം സുരക്ഷിതത്വം, അവർക്ക് നെറ്റിക്ക് മുദ്ര കൊടുത്തു. അവരുടെ സുരക്ഷിതത്വം, അവരുടെ ഉടമസ്ഥാവകാശം, അവർ ദൈവത്തിനുള്ളവരാണ്. നമ്മൾ ഓർക്കണം, പീഡന കാലഘട്ടത്തിൽ 3 ബാലന്മാരെ തീച്ചൂളലെടുത്തിട്ടു. പീഡനകാലമല്ല, ദാനിയേലിന്റെ പുസ്തകം 9-ാം വാക്യത്തില് ഈ 3 ബാലന്മാരെ എടുത്ത് തീച്ചൂളലിട്ടു. ആ തീച്ചൂളയിലൂടെ അവർ കടന്നുപോയി, അവർക്കൊരു പോറലും ഏറ്റില്ല, അവർക്ക് യാതൊരു കേടും പറ്റിയില്ല. അതുപോലെ ഇവരെ പ്രിസർവ് ചെയ്യും. ഓക്കെ. ഇവർ പ്രിസർവ് ചെയ്യും. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം, ഇവരാരാണ്? ഇവര് പ്രത്യേകം ഓർക്കണം, സഭയുടെ അംഗങ്ങളല്ല. സഭയുടെ പണി പൂർത്തീകരിച്ച ശേഷമാണ്, സഭ ദൈവത്തിന്റെ ദാസന്മാരെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട ശേഷമാണ് ഭൂമിയിൽ ഈ 1,44,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നത്. അവരെക്കുറിച്ചുള്ള ആരാണ് ഇവരെന്ന് ചോദിച്ചാൽ, നമ്മൾ പഴയ നിയമങ്ങൾ വായിക്കുമ്പോൾ ഒരു വിവാഹത്തിന് ഒരു പെൺകുട്ടിയെ കൊടുക്കുമ്പോൾ അവരുടെ ദാസിമാരും കൂടെ പോകാറുണ്ട്. ലയയുടെ ദാസിമാരും റാഹേലും അവന്റെ ദാസിമാരും. ഇങ്ങനെ പഴയ കാലങ്ങളിൽ വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെ അവിടെ ദാസിമാരും കൂടെ പോകുന്നതായിട്ട് കാണാം. തോഴിമാരും കൂടെ പോകും. നമ്മൾ ഉത്തമഗീതം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഉദ്യാന നിവാസിനിയെ സഹിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഉദ്യാന നിവാസിനി എന്ന് പറയുന്നത് ദൈവസഭയാണ്. ഉദ്യാന നിവാസനം, തോട്ടത്തിൽ പാർക്കുന്നവള്, സഹിമാര് നിന്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഓക്കെ. 45-ാം സങ്കീർത്തനത്തിന്റെ 13-14 വാക്യം നോക്കിയാട്ടെ. 45-ാം സങ്കീർത്തനം 13-14 വാക്യം. 45-ാം സങ്കീർത്തനം 13-14 വാക്യം. അവിടെ അന്തഃപുരത്തിലെ രാജകുമാരി എന്ന് പറയുന്നത് ദൈവസഭയെക്കുറിച്ചാണ്. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അത് ദൈവസഭയുടെ ചിത്രമാണ്. അടുത്തത്, അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. അവിടെ കൂടെ നടക്കുന്ന തോഴ്മക്കാരായ കന്യകമാരെ. അപ്പോൾ ഒരു കൂട്ടം കന്യകമാർ ഇവിടെ നമ്മൾ വായിക്കുന്ന 1,44,000 പേർ കന്യകമാരാകയാൽ അങ്ങനെ അവിടെ പറയുന്നുണ്ട്. അതെ. അപ്പോൾ ഇവര് ദൈവസഭയല്ല, ദൈവസഭയോട് ചേർന്ന് അവരുടെ തോഴിമാരെ പോലെ നടക്കുന്നവരാണ്. എന്നാൽ ഇവിടെ വളരെ സംശയം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ലോകത്തിൽ എല്ലാം പരിത്യജിച്ച് 1,44,000 പേര് അവരാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. 4-ാം വാക്യം നോക്കിക്കാട്ടെ. അവർ കന്യകമാരാകയാൽ വിവാഹം പോലും വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ 144,000 പേര് ഈ ചില ലോകത്തിലുള്ള സഭകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് നിലവിലുള്ള ചില ആളുകളെ വിവാഹം വേണ്ട, അവര് വിശുദ്ധരായി ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ കൊടുക്കുകയാണ്, സ്ത്രീകളും പുരുഷന്മാരും. ഈ വാക്യങ്ങളൊക്കെയാണ് ആധാരമായിട്ട് എടുത്ത് കാണിക്കുന്നത്. കന്യകമാരാകിയാൽ അവർ മലിനപ്പെടാതെ ജീവിക്കുക. എന്നാൽ അവിടെ ഒന്ന് സൂക്ഷിച്ചു വായിച്ചേ. 4-ാം വാക്യം, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മലിനപ്പെടാത്തവർ. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ. അവള് ഒരു കന്യക മലിനപ്പെടുന്ന പുരുഷനോട് കൂടെയാണോ സ്ത്രീയോട് കൂടെയാണോ? പുരുഷനോട് കൂടെയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തോ, അവര് സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം ഒരിക്കലും വിഭിന്നമായ ഒരു ആശയം തിരുവചനത്തിൽ നമുക്ക് തരത്തില്ല. കാരണം ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ പോലും ആണ്ടിൽ ഒരിക്കലേ ദൈവസേനയിൽ കയറുകയുള്ളൂ. ആ മഹാപുരോഹിതൻ വിവാഹം കഴിച്ച് പാർക്കുവാൻ ദൈവം അനുവദിച്ചിരുന്നു. മാന്യമായ ജീവിതമായിരുന്നു വിവാഹജീവിതം നടക്കാൻ. മാത്രമല്ല, നമ്മൾ 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അധ്യക്ഷൻ, ബിഷപ്പ് അല്ലെങ്കിൽ മൂപ്പൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, കുടുംബസ്ഥനായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും? അപ്പോൾ ബിഷപ്പ് അല്ലെങ്കിൽ ഒരു എൽഡർ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അദ്ദേഹം വിവാഹത്തിനായിരിക്കണമെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, എബ്രായലേഖനം 13-14 വാക്യത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് ദൈവമാണ് കൽപ്പിക്കുന്നത്. ദൈവമല്ലേ ഈ വിവാഹം കൽപ്പിച്ചാക്കിയത്? ആദ്യത്തെ വിവാഹം ദൈവം തന്നെ നടത്തി കൊടുക്കുകയാണല്ലോ. ഇസ്രായേലിന്റെ മഹാപുരോഹിതന് പോലും വിവാഹ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം അനുവദിച്ചില്ലേ? വിവാഹ ജീവിതം വിശുദ്ധ ജീവിതത്തിന് തടസ്സമല്ല. ഹാനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ വായിക്കുന്നത്? ദൈവത്തോടുകൂടെ നടന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 300 വർഷം ദൈവത്തോടുകൂടെ നടന്ന് പുത്രന്മാരെയും ജനിപ്പിച്ചു. വിവാഹ ജീവിതത്തിൽ മക്കളെ ജനിപ്പിക്കുന്നതോ ഭാര്യമാരോടുകൂടെ ജീവിക്കുന്നതോ വിശുദ്ധ ജീവിതത്തിന് തടസ്സമല്ല.
ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത്. അതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ കന്യകമാരെന്ന് ഉപയോഗിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ മനുഷ്യർ സാധാരണ പറയുന്നത് പോലെ വിവാഹം പരിത്യജിച്ച് തങ്ങളെ തന്നെ വിശുദ്ധരായി ദൈവത്തിന് വേണ്ടി കന്യകമാരെ പോലെ തങ്ങളെ തന്നെ ജീവിക്കുകയാണ്. ആ കോൺവെന്റുകളും മറ്റും കെട്ടിപ്പടുത്തി അതിനകത്ത് ഇങ്ങനെ വിവാഹമെല്ലാം വേണ്ടാന്ന് വെച്ച് ജീവിക്കുകയാണ്. എന്നാൽ ഓർക്കണം, ഇവർ ഒരു കന്യക മലിനപ്പെടുന്നത് പുരുഷനോടുകൂടെയാണ്. ഇവിടെ രേഖപ്പെടുത്തിയത് അവർ കന്യകമാരാകാൻ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്ത. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ മാലിന്യം എന്ന് ഓർക്കണം. നമ്മള് ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വാക്യത്തിലുണ്ട് നമ്മളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ ഹവ്വയെ ഉപായത്താൽ സർപ്പം ചതിച്ച പോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനുള്ള നിർമ്മലത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഭ നിർമ്മല കന്യകയാണ്. എന്നാൽ അവൾ മലിനപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? അവളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും ഭക്തിയും വിട്ട് മലിനപ്പെട്ടു പോകുമോ എന്നുള്ളത് അവിടെ ചോദിക്കുകയാണ്. അത് ആത്മികമായ മാലിന്യമാണ്. യാക്കോബ് 4:4 പറയുന്നുണ്ട് വ്യഭിചാരിണികളായുള്ളവരെ. അത് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പറയുന്നത്. ലോകസ്നേഹം ദൈവത്തോടെ ശത്രുതയാണ്. പഴയ നിയമങ്ങളിലൊക്കെ ഇസ്രയേലിനെ പലപ്പോഴും വ്യഭിചാരികൾ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം അവരുടെ ആത്മിക ഭർത്താവായ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റ് ദേവന്മാരുടെ പിറകെ പോയപ്പോൾ വ്യഭിചാരിണികൾ എന്നവരെ വിളിച്ചു. അത് ആത്മികമായി വിളിച്ചിരിക്കുന്നത്. ഇവിടെയും പറയുന്നത് ആത്മികമായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ ആക്ഷരികമായി വിവാഹം പരിത്യജിക്കുന്നതല്ല. അതിനെക്കുറിച്ചല്ല പറയുന്നത്. വിവാഹം ദൈവം കൽപ്പിച്ചാക്കി മാന്യമാണ്, വിശുദ്ധ ജീവിതത്തിന് തടസ്സമല്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമാണത് സ്ഥാപിച്ചു തന്നത്. കുടുംബജീവിതത്തിന് ബിഷപ്പ് ഒരു ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് രേഖപ്പെടുത്തും. ദൈവത്തിന്റെ അനുവാദവും ദൈവത്തിന്റെ അനുഗ്രഹവും കുടുംബജീവിതത്തിനുണ്ട്. എന്നാൽ പരിത്യജിച്ച് ഞങ്ങൾ വിശുദ്ധന്മാരായി 1,44,000 പേരാകണമെന്നും പറഞ്ഞ് ജീവിച്ചാൽ ജീവിതം കളയുക. അല്ലെങ്കിൽ വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ നിർബന്ധിതരായി ഈ ഗണത്തിൽപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊക്കെ ദൈവവചനം ഒന്നാമത് കൂട്ടിക്കളഞ്ഞു, രണ്ടാമത് അതിനെ ശരിയായിട്ട് മനസ്സിലാക്കാതെ ജീവിതം തന്നെ അതുള്ള ബന്ധത്തിൽ വെറുതെ കളയുക. ഒരുത്തന് വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള മനോഭാവത്തിൽ അത് നല്ല കാര്യമാണ്. നിർബന്ധത്തല്ല, അതിനുള്ള വരം ലഭിച്ചിട്ടുണ്ടെ അത് നല്ലതാ, ചെയ്യട്ടെ. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഉപദേശം ഇതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കുന്നത് വചനവിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഓർക്കണം, ഈ 7-ാം അധ്യായത്തിൽ കണ്ടവർ തന്നെയാണ് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും മുദ്ര നെറ്റിയിൽ കൊടുത്ത് അവർക്കൊരു കേടും പറ്റാതെ അവരെ സ്വർഗത്തിൽ കാണപ്പെടുന്നു. അവസാനം അവര് ദൈവത്തിന്റെ സാക്ഷികളായി, ദൈവത്തിന്റെ ദാസന്മാരായി അവനെക്കുറിച്ച് ഇവിടെ സാക്ഷിച്ച് ഇവരിയ്ക്കുന്നു. നോക്കുക, അവര് മലിനപ്പെടാതിരുന്നത് എങ്ങനെയാണ്? 5-ാം വാക്യം നോക്കിക്കാട്ടെ. 5-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. അതെ, അവരുടെ വായിൽ ഭോഷ്കില്ലായിരുന്നു, അവര് കളങ്കമില്ലാത്തവർ, തങ്ങളെ തന്നെ നിർമ്മലരായി സൂക്ഷിക്കുന്ന. യാക്കോബ് രേഖപ്പെടുത്തിയ ഒരുത്തന് തന്റെ നാവ് കടിഞ്ഞാണിടാൻ സാധിച്ചാൽ ഭക്തിയുടെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഭക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട് ബൈബിൾ പറയുന്നത് അതാണ്. നാവ് കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ സംസാരം അല്ലേ, കൃപയോട്. കാരണം അവന്റെ ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. ഹൃദയം ശുദ്ധമാണെങ്കിൽ അവന്റെ നാവിൽ കൂടെ വരുന്നത് ശുദ്ധമാണ്. അതായത് ആരോ കൈമയ്ക്കല്ല പറഞ്ഞത്, ഒരു പാത്രം നിറച്ച് മധുരമുള്ള വെള്ളമെടുത്ത് എത്ര നിങ്ങൾ കുലിക്കാലും ഒരു തുള്ളി കയ്പ് വെള്ളം പുറത്തു വരില്ല, ആ കപ്പിലുള്ളതേ പുറത്തു വരുന്നുള്ളൂ. കഥാ പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് പുറത്തു വരും, വായു പ്രസ്താവിക്കും. അപ്പോൾ ഹൃദയം കളങ്കമില്ലാതെ സൂക്ഷിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വിശുദ്ധി എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. എന്നാൽ ഇവരെ കുറിച്ച് മറ്റൊരു പ്രയോഗം കണ്ടു. അത് 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഇവരെ ആദ്യഫലമായി വീണ്ടെടുത്തിരിക്കുന്നു. വചനത്തിൽ നമുക്കറിയാം ആദ്യഫലം എന്നുള്ളത് എന്തിനെ കാണിക്കുന്നു? വിളഞ്ഞു കിടക്കുന്ന വയലിൽ നിന്ന് ആദ്യത്തെ കറ്റയെടുക്കുമ്പോൾ അത് ആദ്യത്തെ വിളവാണ്. യാക്കോബ് 1:18 വായിക്കുന്നുണ്ട്, നാം ഒരു വിധത്തിൽ ആദ്യഫലമാകേണ്ടതിന്. ദൈവസഭ ഒരു വിധത്തിൽ ആദ്യഫലമാണ്. നോക്കുക, നമ്മെ ആദ്യഫലമാക്കി തീർത്തിരിക്കുന്നു. നമ്മൾ ഓർക്കണം, ആദ്യഫലം എന്ന് പറഞ്ഞാൽ പിന്നെയും വിളവെടുക്കാനുണ്ട്. പീഡന കാലഘട്ടം ആരംഭിച്ചിട്ട് ഭൂമിയിൽ നിന്ന് ആദ്യം ദൈവം വേർതിരിക്കുന്ന 1,44,000. വീണ്ടും എണ്ണിക്കൂടാത്തൊരു പുരുഷാരൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നുണ്ട്. മരണത്താലായിരിക്കാം, ജീവിതത്താലായിരിക്കാം. അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് വായിച്ചാൽ വീണ്ടും ആളുകൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നു. അപ്പോൾ ഒരുവിധം ആദ്യഫലം എന്ന് പറയുമ്പോൾ, ഇവർ ആദ്യഫലമാണെന്ന് പറയുമ്പോൾ ദൈവം
വീണ്ടും മനുഷ്യവർഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരുടെ ആദ്യത്തെ കൂട്ടത്തിലുള്ളവരാണ് വരുന്നതാണ് അതിൻ്റെ ആശയം. ഇതാണ് ആ ഭാഗത്തെക്കുറിച്ചുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ദൈവവിളി സ്വീകരിക്കുന്നത്, കർത്താവെ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മാലിന്യം ഈ കർത്താവ് മാറ്റുകയും കർത്താവ് ഹൃദയത്തിൽ വന്ന് വാഴുകയും ചെയ്യുന്ന ആ ഒരനുഭവം വരുമ്പോഴാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട ആ ഗണത്തിൽ നമ്മൾ ഇന്ന് പെടുന്നതല്ലേ. ഒരു വിധത്തിൽ അവൻ്റെ ആദ്യഫലമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് തീരുവാൻ ദൈവം എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ആ തിരഞ്ഞെടുപ്പും വിളിയും നിങ്ങൾക്കും ദൈവം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതിന് ഒരു യേസ് പറയാനായിട്ട് ഇടയാകുന്നത് എത്ര വലിയ ഭാഗ്യമാണല്ലേ. തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുകയില്ല. No one can go back and make a brand new start, but you can start from now and make a brand new ending. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് സധൈര്യം ചോദിക്കുവാൻ കഴിയും. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ: കർത്താവേ, അങ്ങയുടെ മരണം എൻ്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു. ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന സംഭവങ്ങളുടെ തുടർക്കഥയായി തീർന്നിരിക്കുന്നു. സംശയമില്ല, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കുടിപ്പക, അഴിമതി, യുദ്ധം, ആക്രമണങ്ങൾ, ആയുധ മത്സരം, അന്തരീക്ഷ മലിനീകരണം, സ്വഭാവ മലിനീകരണം, നിയമനിഷേധം, ഭീകരപ്രവർത്തനം, ഇങ്ങനെ നമ്മെ നിരാശപ്പെടുത്തുന്ന പട്ടിക നീളുകയാണ്. ഇതിനൊക്കെ എവിടെയാണ് ഉത്തരം? കുരുന്നു ഹൃദയങ്ങളിലും ഉയരുന്ന ചോദ്യമാണിത്. ഈ വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD, അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. മരണം ഒരു നിത്യ യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ ഉയർത്തു നിൽക്കുമോ? സയൻസ് യുഗ മനുഷ്യരുടെ സ്വകാര്യ ചോദ്യങ്ങൾ, സ്വപ്ന ചോദ്യങ്ങൾ, സങ്കട ചോദ്യങ്ങൾ, സയുക്തിക ചോദ്യങ്ങൾ, അതെല്ലാം സാരവത്തായി തന്നെ മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ഒരു ഉപഹാരമായി ഞങ്ങൾ സമർപ്പിക്കുന്നു മരണശേഷം എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ള ഓഡിയോ CD. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ 1893 ചിക്കാഗോയിൽ കൂടി 100 വർഷം കഴിയുമ്പോൾ മാനവരാശി എങ്ങനെ ഇരിക്കുമെന്ന് വിഭാവന ചെയ്ത് പറഞ്ഞപ്പോൾ 150 വയസ്സ് വരെ അവൻ ജീവിച്ചിരിക്കും. വിവാഹമോചനം എന്ന് പറയുന്നത് മാറ്റപ്പെട്ടിരിക്കും. ലോകത്തിൽ ജയിലുകൾ ആവശ്യമില്ലാതെ വരും. മാത്രമല്ല, ഗവൺമെന്റ് ഭരണകൂടങ്ങളൊക്കെ കുറച്ചുകൂടെ സുഖകരമായി തീരുമെന്ന് അവർ പ്രഖ്യാപിച്ചപ്പോൾ ഒരു വസ്തുത നമുക്കറിയാം: അവർ പറഞ്ഞതെല്ലാം പരാജയപ്പെട്ടു. മനുഷ്യന് ഭാവിയെ സംബന്ധിച്ച് എങ്ങനെ എന്തെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ നിവൃത്തിയില്ല. ചരിത്രം മനുഷ്യന്റേതല്ല, രാജാക്കന്മാരുടേതല്ല, ചക്രവർത്തിമാരുടേതല്ല, കേവലം അത് ദൈവത്തിൻ്റെതാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇതെല്ലാം എന്ന് നാം മനസ്സിലാക്കണം. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് 3 പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു.
ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. സന്മനസ്സുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്മൃതിനാശമില്ലാതെ ജീവിക്കുന്ന സമാധാന പ്രഭുവിനെ അറിയുവാൻ സമ്മാന ഗ്രന്ഥം നിങ്ങൾക്കും വിജയിക്കാം. SMS അയക്കേണ്ട നമ്പർ 9495446029 ഫോർ ബുക്സ് എന്ന് എഴുതി SMS അയക്കാം. ഈ പഠനങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ് ബൈ ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ പി തോമസ്. ഇന്റർനെറ്റിൽ നിന്നും ഈ CD ഡൗൺലോഡ് ചെയ്ത് കേൾക്കുവാൻ www.peaceministry.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. Although everything may seem stacked against you, God is on your side. He knows who you are, where you're from, and what you're up against. He will help you and deliver you. God bless you.